ദൈവനാമത്തിന് മഹത്വം. സിയോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം സഭാപ്രസംഗിയിൽ നിന്നുള്ള ചില ചോദ്യങ്ങളാണ്. നമുക്ക് വേണ്ടി ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ജൂളി ജയകുമാർ, തിരുവനന്തപുരം. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: മുടിങ്കോലും തറച്ചിരിക്കുന്ന ആണികളും എന്താണ്? ഉത്തരം: ജ്ഞാനികളുടെ വചനങ്ങളും സഭാധിപന്മാരുടെ വാക്കുകളും. സഭാപ്രസംഗി 12:11. അടുത്ത ചോദ്യം ഇതാണ്: മനുഷ്യജീവിത അവസ്ഥകളിൽ മായാകാലങ്ങൾ ഏവ? ഉത്തരം: ബാല്യവും യൗവനവും. സഭാപ്രസംഗി 11:10. അടുത്ത ചോദ്യം ഇതാണ്: അറ്റുപോകുന്നതും അറ്റുപോകാത്തതുമായ കയർ ഏതാണ്? ഉത്തരം: മുപ്പിരിച്ചരട്, വെള്ളിച്ചരടും. സഭാപ്രസംഗി 4:12, 12:6. അടുത്ത ചോദ്യം: ബഹുകാലം ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ ഓർക്കേണ്ടത് എന്താണ്? ഉത്തരം: അന്ധകാരകാലം ദീർഘമായിരിക്കും. സഭാപ്രസംഗിയുടെ പുസ്തകം 11-ാം അധ്യായം 8-ാം വാക്യം. അടുത്ത ചോദ്യം: കണ്ണിൻ്റെ ഇമ്പം എന്താണ്? ഉത്തരം: സൂര്യനെ കാണുന്നത്. സഭാപ്രസംഗിയുടെ പുസ്തകം 11-ാം അധ്യായം 7-ാം വാക്യം. അടുത്ത ചോദ്യം: സഭാപ്രസംഗിയിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം: 222 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ജ്ഞാനബാഹുല്യത്തിൽ ഉള്ളത് എന്താണ്? ഉത്തരം: വ്യസനബാഹുല്യം. അടുത്ത ചോദ്യം: കാറ്റ് എവിടെ നിന്നും എവിടേക്കാണ് ചുറ്റി വരുന്നത്? ഉത്തരം: തെക്കോട്ട് നിന്ന് വടക്കോട്ട്. സഭാപ്രസംഗി 1:6. അടുത്ത ചോദ്യം: അറിവിനോടൊപ്പം വർദ്ധിക്കുന്നത് എന്താണ്? ഉത്തരം: ദുഃഖം. സഭാപ്രസംഗിയുടെ പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യം. അടുത്ത ചോദ്യം: ശലോമോൻ കുളം കുഴിച്ചത് എന്തിനാണ്? ഉത്തരം: തോപ്പ് നനയ്ക്കാൻ. സഭാപ്രസംഗിയുടെ പുസ്തകം 2-ാം അധ്യായം 6-ാം വാക്യം. അടുത്ത ചോദ്യം: മനുഷ്യരുടെ പ്രമോദം എന്താണ്? ഉത്തരം: സ്ത്രീജനം. സഭാപ്രസംഗിയുടെ പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യം. അടുത്ത ചോദ്യം: ഇരുളിനേക്കാളും ശ്രേഷ്ഠമായിരിക്കുന്നത് എന്താണ്? ഉത്തരം: വെളിച്ചം. സഭാപ്രസംഗിയുടെ പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യം. അടുത്ത ചോദ്യം: ഇരുട്ടിൽ നടക്കുന്നവൻ ആരാണ്? ഉത്തരം: ഭോഷൻ. സഭാപ്രസംഗിയുടെ പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യം. അടുത്ത ചോദ്യം ഇതാണ്: ദൈവത്തിൻ്റെ കയ്യിൽ നിന്നുള്ള മനുഷ്യൻ്റെ നന്മ എന്താണ്? ഉത്തരം: തിന്നുകുടിച്ച് തൻ്റെ പ്രയത്നത്താൽ സുഖം അനുഭവിക്കുന്നത്. സഭാപ്രസംഗിയുടെ പുസ്തകം 2-ാം അധ്യായം 24-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം ഇതാണ്: ധനം സമ്പാദിപ്പാനും സ്വരൂപിക്കാനും കഷ്ടപ്പാട് കൊടുക്കുന്നത് ആർക്കാണ്? ഉത്തരം: പാപിക്ക്. സഭാപ്രസംഗിയുടെ പുസ്തകം 2-ാം അധ്യായം 26-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം ഇതാണ്: ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും എന്താണ്? ഉത്തരം: ശാശ്വതം. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യം. അടുത്ത ചോദ്യം: ദൈവം വീണ്ടും അന്വേഷിക്കുന്നത് എന്താണ്? ഉത്തരം: കഴിഞ്ഞു പോയതിനെ. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം. അടുത്ത ചോദ്യം ഇതാണ്: സഭാപ്രസംഗി പ്രശംസിച്ചത് ആരെയാണ്? ഉത്തരം: മൃതന്മാരെ.
സഭാപ്രസംഗിയുടെ പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യം. അടുത്ത ചോദ്യം ഇതാണ്: കയ്യും കിട്ടിയിരുന്ന് സ്വന്തം മാംസം തിന്നുന്നത് ആരാണ്? ഉത്തരം: മൂഢൻ. സഭാപ്രസംഗി 4-5. അടുത്ത ചോദ്യം ഇതാണ്: ആരേക്കാൾ ആരാണ് ഭാഗ്യവാൻ? ഉത്തരം: ഇതുവരെ ജനിക്കാത്തവനും സൂര്യന് കീഴെ നടക്കുന്ന ദുഷ്പ്രവൃത്തിയെ കാണാത്തവനുമായ മനുഷ്യൻ. സഭാപ്രസംഗി 4-3. അടുത്ത ചോദ്യം: പ്രയത്നത്താൽ പ്രതിഫലം കിട്ടുന്നത് ആർക്കാണ്? ഉത്തരം: ഇരുവർക്ക്. സഭാപ്രസംഗിയുടെ പുസ്തകം 4-ാം അധ്യായം 9-ാം വാക്യം. അടുത്ത ചോദ്യം ഇതാണ്: വൃദ്ധനും മൂഢനുമായ രാജാവിനേക്കാൾ നല്ലത് ആരാണ്? ഉത്തരം: ദരിദ്രനും ജ്ഞാനിയുമായ ബാലൻ. സഭാപ്രസംഗി 4-13. അടുത്ത ചോദ്യം ഇതാണ്: ദൈവാലയത്തിൽ പോകുമ്പോൾ സൂക്ഷിക്കേണ്ടത് എന്താണ്? ഉത്തരം: കാൽ. സഭാപ്രസംഗി 5-1. അടുത്ത ചോദ്യം ഇതാണ്: ഭോഷന്റെ ജൽപ്പനം ജനിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം: വാക്കുപെരുപ്പം കൊണ്ട്. സഭാപ്രസംഗിയുടെ പുസ്തകം 5-ാം അധ്യായം 3-ാം വാക്യം. അടുത്ത ചോദ്യം ഇതാണ്: നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത് എന്താണ്? ഉത്തരം: നിന്റെ വായ്. സഭാപ്രസംഗി 5-6. അടുത്ത ചോദ്യം: വ്യർത്ഥതയുള്ളത് എന്തിനെല്ലാമാണ്? ഉത്തരം: സ്വപ്നബഹുത്വത്തിലും വാക്കുപെരുപ്പത്തിലും. സഭാപ്രസംഗി 5-7. അടുത്ത ചോദ്യം: കഴിപ്പാൻ താമസിച്ചു കൂടാത്തത് എന്താണ്? ഉത്തരം: നേർച്ച നേർന്നാൽ. സഭാപ്രസംഗി 5-4. അടുത്ത ചോദ്യം ഇതാണ്: ഉപകാരിയായ രാജാവിൻ്റെ പ്രത്യേകത എന്താണ്? ഉത്തരം: കൃഷി തൽപരനായിരിക്കും. സഭാപ്രസംഗി 5-9. അടുത്ത ചോദ്യം: ഉന്നതനും മീതെ ഉള്ളത് എന്താണ്? ഉത്തരം: ഉന്നതൻ. സഭാപ്രസംഗി 5-8. അടുത്ത ചോദ്യം: സുഖകരമായ ഉറക്കം ലഭിക്കുന്നത് ആർക്കാണ്? ഉത്തരം: വേല ചെയ്യുന്ന മനുഷ്യന്. അടുത്ത ചോദ്യം: ഒരു മനുഷ്യൻ്റെ ധനവും ഐശ്വര്യവും മാനവും അനുഭവിക്കുന്നത് ആരാണ്? ഉത്തരം: ഒരു അന്യൻ. സഭാപ്രസംഗി 6-2. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എന്തിനേക്കാൾ നല്ലതാണ് കണ്ണിൻ്റെ നോട്ടം? ഉത്തരം: അഭിലാഷത്തിൻ്റെ സഞ്ചാരത്തേക്കാൾ കണ്ണിൻ്റെ നോട്ടം നല്ലത്. സഭാപ്രസംഗി 6-9. അടുത്ത ചോദ്യം: മൂഢന്മാരുടെ ഹൃദയം ഇരിക്കുന്നത് എവിടെയാണ്? ഉത്തരം: സന്തോഷഭവനത്തിൽ. സഭാപ്രസംഗി 7-4. അടുത്ത ചോദ്യം: 2 ഉത്തമ കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം: നല്ല പേർ സുഗന്ധ തൈലത്തെക്കാളും മരണ ദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമം. സഭാപ്രസംഗി 7-2. അടുത്ത ചോദ്യം: ഗർവമാനസനേക്കാൾ ശ്രേഷ്ഠൻ ആരാണ്? ഉത്തരം: ക്ഷമാമാനസൻ. സഭാപ്രസംഗി 7-8. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വേഗം നീരസമുണ്ടാകുന്നത് ആർക്കാണ്? ഉത്തരം: മൂഢന്മാരുടെ മാർവിൽ. സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മനുഷ്യൻ്റെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നത് എന്താണ്? ഉത്തരം: ജ്ഞാനം. സഭാപ്രസംഗി 8-1. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. യുദ്ധത്തിൽ ഇല്ലാത്തത് എന്താണ്? ഉത്തരം: സേവാ വിമോചനം. സഭാപ്രസംഗി
8:8. അടുത്ത ചോദ്യം, ചത്ത സിംഹത്തേക്കാൾ നല്ലത് എന്താണ്? ഉത്തരം ജീവനുള്ള നായ. സഭാപ്രസംഗി 9:4. അടുത്ത ചോദ്യം, കല്ല് വെട്ടുന്നവന് കിട്ടുന്നത് എന്താണ്? ഉത്തരം ദണ്ണം. സഭാപ്രസംഗി 10:9. അടുത്ത ചോദ്യം, വാക്കുകളെ വർദ്ധിപ്പിക്കുന്നത് ആരാണ്? ഉത്തരം ഭോഷൻ. സഭാപ്രസംഗിയുടെ പുസ്തകം 10-ാം അധ്യായം 14-ാം വാക്യം. അടുത്ത ചോദ്യം, വീട് വീഴാനും ചോരുവാനും കാരണം എന്താണ്? ഉത്തരം മടുവുകൊണ്ട്. സഭാപ്രസംഗി 10:18. അടുത്ത ചോദ്യം, മനസ്സിലും വീട്ടിലും വെച്ച് ശപിക്കാൻ പാടില്ലാത്തത് ആരെയൊക്കെയാണ്? ഉത്തരം രാജാവിനെയും ധനവാനെയും. സഭാപ്രസംഗി 10:20. അടുത്ത ചോദ്യം, വൃക്ഷം തെക്കോട്ടോ വടക്കോട്ടോ വീണാൽ എവിടെ കിടക്കും? ഉത്തരം വീണിടത്ത് തന്നെ കിടക്കും. സഭാപ്രസംഗി 11:3. അടുത്ത ചോദ്യം, മായ, കാലം, സൂര്യന് കീഴെ അഥവാ സൂര്യന് കീഴിൽ എന്നീ വാക്കുകൾ സഭാപ്രസംഗിയിൽ എത്ര പ്രാവശ്യം വീതം രേഖപ്പെടുത്തിയിരിക്കുന്നു? ഉത്തരം മായ 36 പ്രാവശ്യം, കാലം 31 പ്രാവശ്യം, സൂര്യന് കീഴെ അഥവാ സൂര്യന് കീഴിൽ 29 പ്രാവശ്യം. സഭാപ്രസംഗിയിൽ നിന്നുള്ള ഇന്നത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ചാനലായ സിയോൻ ഓൺലൈൻ ബൈബിൾ ക്വിസും സബ്സ്ക്രൈബ് ചെയ്യുക.